പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സ്ഥിതിഗതി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് നിർണായക യോഗം ചേരുന്നത്. 3 സേനാ മേധാവികളും സംയുക്ത സൈനിക മേധാവിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ്. ഇന്ന് 11 മണിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട് എന്നതാണ് അറിയിപ്പ് ആയി വന്നിരുന്നത്. ഒരുപക്ഷെ അതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ച എന്ന് വേണമോ ഇതിനെ കാണാൻ? മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമോ? 11 മണിക്കെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അനുജ, എന്തായാലും വെടിനിർത്തൽ ധാരണ ഇന്ന് നിലവിൽ വന്നതിന് ശേഷം ഇന്നലെ 5 മണിക്കാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതിനുശേഷം ചില സംഭവ വികാസങ്ങൾ അതിർത്തിയിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായ ചില മേഖലകളുണ്ട്. ഡ്രോണുകളുടെ സാന്നിധ്യം പല അതിർത്തി ഇടങ്ങളിലും കാണുകയും ചില ആക്രമണങ്ങളും വെടിവയ്പും ഉണ്ടായതായും അറിയിച്ചു. അതിനുശേഷം രാത്രി വൈകിയും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുകയും ഈ വെടിനിർത്തൽ ലംഘനം പാകിസ്ഥാൻ സൈന്യം ഗുരുതരമായ ലംഘനം നടത്തി എന്ന് പറയുകയും ചെയ്തു, സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം ഇത് ആദ്യമായാണ് ഇപ്പോൾ ഒരു സൈനിക പ്രധാനമന്ത്രിയുടെ വസതിയിൽ, പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ഇപ്പോൾ ചേരുന്നത്. 3 സേനാ മേധാവിമാരും പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഈ വെടിനിർത്തൽ ധാരണ വന്നതിനു ശേഷം ഉണ്ടായ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള ലംഘനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ അവലോകനം ചെയ്യും. തുടർന്നുള്ള തീരുമാനങ്ങൾ ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയിലായിരിക്കും സ്വീകരിക്കുക. അതിൽ ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഇതിനെതിരെ ഒരു കർശനമായ നടപടി വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അത്തരത്തിൽ കൈകാര്യം ചെയ്തെടുക്കണം എന്നൊരു ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൽ പാകിസ്ഥാൻ എന്താണ് സ്വീകരിക്കുക എന്നത് ആണ് ഇനി മറ്റൊന്ന്. എന്തായാലും ഇന്ത്യ ഇത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഒപ്പം തന്നെ ഈ അതിർത്തികളിലെ സുരക്ഷയിൽ ഇപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല. അവിടെ ശക്തമായ ജാഗ്രതയും എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളിലും തന്നെയാണ് സേന മുന്നോട്ട് പോകുന്നത്. ഏതു സമയവും പാകിസ്ഥാന്റെ ഒരു പ്രകോപനം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നടപടികളാണ് സേനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സുരക്ഷാ അവലോകനവും ഈ യോഗത്തിൽ, പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്താ സമ്മേളനം നടത്തി എന്താണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകുക. എന്തായാലും നിലവിലിപ്പോൾ ഈ യോഗം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ. ഈ വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങൾക്കിടയിലും വന്നതിന് ശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആദ്യ യോഗം കൂടിയാണ് അനുജ. അതെ, വളരെ പ്രധാനപ്പെട്ട യോഗമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നത്. അതിൽ സംയുക്ത സൈനിക മേധാവി, ഒപ്പം തന്നെ 3 സേനാ മേധാവികളും പങ്കെടുക്കുന്നുണ്ട്. തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു ജാഗ്രത തുടരുന്നുണ്ട്, അതേത് തരത്തിലേക്കായിരിക്കണം എന്നൊക്കെയുള്ളതിൻ്റെ തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത്. 11 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ട് എന്നതാണ് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നത്. ആ വാർത്താ സമ്മേളനം ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ അറിയാൻ കാത്തിരിക്കുകയാണ്.